ഞാൻ പറഞ്ഞ അതായത് ഇപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്തു, അത് എനിക്ക് ശരിയായിട്ട് തോന്നിയിട്ടാണ് ഞാൻ ആ കാര്യം ചെയ്തത്. ഞാൻ ശ്രദ്ധയോടുകൂടി ചെയ്തു. പക്ഷെ മറ്റൊരാൾ വന്നപ്പോൾ അതിൻ്റെ പേരിൽ എനിക്ക് വഴക്ക് കേൾക്കേണ്ടി വന്നു. അപ്പോൾ ഞാൻ വിഷമിച്ചു. അപ്പോൾ എൻ്റെ ശരിയാവില്ല, ശരിയല്ലാതെ അതെന്താ, ഞാൻ ശ്രദ്ധയോടുകൂടി ശരിയായിട്ടൊരു കാര്യം ചെയ്തിട്ടും ഞാൻ വിഷമിക്കേണ്ടി വന്നു. അതെന്തുകൊണ്ടാണ് സംഭവിച്ചത്? ഞാൻ എന്ന് പറയുന്നത് ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ല. ഞാനെന്ന് പറയുന്നത് എന്താ? ഞാനെന്ന് പറയുന്നത് കൃത്യമായിട്ട് നിലനിർത്തി കൊണ്ടുകൊണ്ട് ഉത്തരവാദിത്തമായിട്ട് തന്നെ എൻ്റെതാണ്, അല്ലേ? ജീവിക്കുക എന്ന് പറയുന്നത് എന്താണ്? ജീവിക്കുക എന്ന് പറയുന്നത് എന്തായിട്ട് നിലനിൽക്കണം, എന്തായിട്ട് നിലനിൽക്കണം, അത് നിലനിർത്തുന്നതാണ് ജീവിതം. അതിനകത്ത് കോട്ടം തട്ടാതെ കൊണ്ടുപോകണം. കോട്ടം തട്ടുമ്പോഴാണ് വിഷമിക്കുന്നത്. വിഷമിക്കാതെ ഇരിക്കുക എന്ന് പറയുമ്പോൾ ജീവിക്കുന്നു. അസ്വസ്ഥത എന്ന് പറയുമ്പോൾ ജീവിക്കുന്നില്ല, അവിടെ കുഴപ്പമായി, അല്ലേ? അസ്വസ്ഥത ഇല്ലാണ്ടിരിക്കുന്നതാണ് ജീവിതം. അതായത് ചുറ്റുപാടും കാണുന്ന പല കാര്യങ്ങളുടെയും സ്വാധീനത്തിൽപ്പെടാതെ എന്ത്, എവിടെ, എങ്ങനെ നിലനിൽക്കണം, അതാണ് ഞാനെന്ന് പറയുന്നത്. എന്താ ഞാനെന്ന് പറയുന്നത്? ഒരു വ്യവസ്ഥയാണ്. ഞാനെന്ന് പറഞ്ഞൊരു വ്യവസ്ഥയാണ്. നമ്മളെന്ന് പറയുന്നത് ഒരു വ്യവസ്ഥയാണ്. ദേഷ്യം എന്ന് പറയുന്നതൊരു വ്യവസ്ഥയാണ്. ദേഷ്യപ്പെട്ടു, ആ വ്യവസ്ഥയിൽ ദേഷ്യപ്പെട്ടു, ഈ വ്യവസ്ഥയിൽ സങ്കടപ്പെട്ടു, അല്ലേ? നമ്മളിൽ ഉണ്ടാകുന്ന വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളാണ്. അതെ, ഈ വ്യവസ്ഥയിലൊന്നും പെടാത്തതാണ് ഞാൻ. അപ്പം അങ്ങനെ കൊണ്ടുപോകുന്നതാണ് പ്രായപൂർത്തി ആയിക്കഴിയുമ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ ഭാഗം തുടർച്ചയായിട്ട് കൊണ്ടുപോകുന്നതിനുള്ള രീതി. ഞാനാണ് നിരന്തരമായിട്ട് കൊണ്ടുപോകുന്നത്. ഞാനെന്ന് പറഞ്ഞ അവസ്ഥയിലേ നിരന്തരം കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. ഞാനെന്ന് പറഞ്ഞ അവസ്ഥയിലേ നമുക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. ഞാനില്ലെങ്കിൽ എങ്ങനെ ജീവിക്കുക? ഞാനാണ് ജീവിക്കുന്നത്. ഞാൻ കാരണമാണ്. ഞാനെന്ന് പറഞ്ഞ അവസ്ഥയിലാണ് ഏറ്റവും മനോഹരമായിട്ട് സുരക്ഷിതമായിട്ട് ഒരു വ്യക്തിയായിട്ട് നിലനിൽക്കുന്നത്. ഇല്ലെങ്കിൽ ഇപ്പോൾ ആത്മബോധം വന്നിട്ട് ഞാനെന്ന് പറഞ്ഞ അവസ്ഥ മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ രോഗം വന്ന് എത്തൂ. ആത്മബോധം വന്ന് പലരും എപ്പോഴും കോട്ട് ചെയ്യുന്നൊരു ഭാഗമാണ്. അവർക്ക് അങ്ങനെ പ്രശ്നങ്ങളുണ്ടായിരുന്നു, ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടായിരുന്നു, പക്ഷെ അവർ ആത്മബോധമുള്ളവരായിരുന്നു. ആത്മബോധമുണ്ട്, പക്ഷേ അഹങ്കാരം ഇല്ലെങ്കിൽ. അഹങ്കാരം എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടിനെ കൈകാര്യം ചെയ്യുന്നതാണ് അഹങ്കാരം. അഹങ്കാരം നമ്മുടെ നിയന്ത്രണത്തിലുണ്ടാകണം. ഞാനുണ്ട് എന്നുള്ളൊരു ഭാഗം ഉണ്ടാകണം എപ്പോഴും. ഞാനുണ്ടെന്നുള്ള ഭാഗം അനുഭവത്തിൽ ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെ ജീവിക്കുന്നു? ഞാനുണ്ടെന്നുള്ള ഭാഗം വേണം. ജീവിക്കാൻ വേണ്ടിയിട്ടുണ്ട്, അല്ലാണ്ട് ചത്തുപോകാൻ വേണ്ടിയിട്ടല്ല. ജീവിക്കുക എന്നുള്ളതാണ്. ഒരു തുള്ളി പഞ്ചസാര ഞാനുണ്ടെന്നുള്ള ഭാഗം അറിയുന്നത് എങ്ങനെയാണ്? അനുഭവത്തിലല്ലേ. അനുഭവം ഇല്ലാണ്ടാക്കിയാലും അനുഭവം വേണം, ശരീരം വേണം. ശരീരത്തെ നിലനിർത്തുന്നത് ആണ് ഞാനെന്ന് പറയുന്ന അവസ്ഥയുടെ ഉത്തരവാദിത്വം. ഞാൻ എന്തിനാ വിഷമിക്കുന്നതിനാ? ശരീരത്തെ നിലനിർത്തുമ്പോഴാണ് നമ്മൾ നിരന്തരം പ്രവർത്തിക്കേണ്ടി വരുന്നത്. തീർച്ചയായിട്ടും. ഇത് ആത്മസാക്ഷാത്കാരം കിട്ടിക്കഴിഞ്ഞാൽ അതോടെ തീർന്നല്ലോ. ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്നത് ശരീരത്തെ ഏതെല്ലാം വിധത്തിൽ കൈകാര്യം ചെയ്യാൻ പറ്റുമെന്നുള്ളതിൻ്റെ ഫുൾ ഡീറ്റെയിൽസാണ് ആത്മസാക്ഷാത്കരണം. അല്ല, ആത്മസാക്ഷാത്കരണം കിട്ടിയെന്നും പറഞ്ഞ് വ്യക്തിക്ക് അഹങ്കാരം ഇല്ലാണ്ടാക്കിയല്ല. അഹങ്കാരം ഇല്ലാണ്ടാക്കി കഴിഞ്ഞാൽ ആ വ്യക്തി ചത്തുപോകും. സാവകാശം സ്ലോയിലി ചത്തുപോകുകയും, മനസ്സിലായി? സ്ലോയിലി ചത്തുപോകുക, അല്ലാണ്ട് വേറെ കാര്യമൊന്നുമില്ല. ഇത് അനുഭവം ഉണ്ടെന്നേ, അനുഭവിക്കണമല്ല അന്ന്. അല്ലാണ്ട് അനുഭവിക്കേണ്ടെന്ന് എന്താ ആരാ പറയാൻ കാരണം അവർക്ക്
ശരീരത്തിൻ്റെ വൃത്തി മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ബോധം ഉണ്ടായില്ല. കാരണം ഇപ്പോഴത്തെ അഹങ്കാരത്തിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ആത്മസാക്ഷാത്കാരത്തിൽ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ ഇരുത്തിച്ചാൽ മതി. മനസ്സിലായ? അതൊരു അബദ്ധമായിപ്പോയി. ആർക്കോ പണ്ടോ പറ്റിയ അബദ്ധമാണ്. അബദ്ധമാണെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് പുസ്തകങ്ങളെയാണ് ആശ്രയിക്കുന്നത്. കാരണം അങ്ങനെ ഒരു വ്യക്തി ഇല്ലല്ലോ അവിടെ. ഒരു വ്യക്തി ഉണ്ടായിരുന്നെങ്കിൽ ആ വ്യക്തിയായിട്ട് നമുക്ക് സഹകരിക്കാം. ഈ വ്യക്തിയില്ല, ഗ്രന്ഥം മാത്രമേ ഉള്ളൂ. ഗ്രന്ഥത്തെ നോക്കിയിട്ട് ഒരു മനുഷ്യൻ പറഞ്ഞ കാര്യം എഴുതി വെച്ച് ഗ്രന്ഥത്തിലാക്കി നമ്മൾ പരസ്പരം കൈമാറുന്നു. അപ്പോൾ വ്യക്തികൾ തമ്മിലുള്ള ബന്ധമില്ല, ഗ്രന്ഥമായിട്ടാണ് ബന്ധം. അങ്ങനെ ഗ്രന്ഥമാണ് പറയുന്നത്. ഗ്രന്ഥമാണ് പറയുന്നതിനകത്ത് ശരിയാണല്ലെന്ന് ഉറപ്പിക്കുന്നതിന് വ്യക്തിയില്ലല്ല, വ്യക്തി പറയണം. ഗ്രന്ഥം പറയണ ഭാഗം എവിടെ കേട്ടാലും, സയൻസ് ആണെങ്കിലും ശാസ്ത്രീയമായിട്ടുള്ള തെളിവാണെങ്കിലും തെളിവുകൾ ശാസ്ത്ര ലബോറട്ടറിയിലല്ലേ അവിടുത്തെ തെളിവ് ടെസ്റ്റ് ചെയ്യുമ്പോൾ എക്സ്പെരിമെന്റും എക്സ്പീരിയൻസും എന്തോ വ്യക്തിയിൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ വ്യക്തിയിൽ ടെസ്റ്റ് ചെയ്യണത് എന്തിനാണ് ചേട്ടാ? ടെസ്റ്റിങ് എന്തിനാണ്? നിങ്ങൾ ജീവിച്ചിരിക്കുക എക്സ്പീരിയൻസിങ്ങിലല്ലേ എപ്പോഴും. ഈ എക്സ്പീരിയൻസിൽ നിന്ന് വിട്ടുപോകാതിരുന്നാൽ മതി. ടെസ്റ്റ് ഇല്ല. പരീക്ഷിക്കാൻ എന്താ ഉള്ളത്? നിങ്ങൾ പരീക്ഷിക്കേണ്ട കാര്യമുണ്ടോ? ആ ബഷീർ ജീവിച്ചിരിക്കുകയല്ലേ. ബഷീറിനെ ഞാൻ സംശയിക്കുന്നത് എന്തിനാ? ബഷീർ സംശയിക്കേണ്ട ആവശ്യം എന്തിനാണ്? എങ്ങുമില്ല. മറ്റൊരാളെ സംശയിക്കുന്നത് എന്തിനാണ്? അയാൾ അവിടെ ജീവൻ ലൈവാണ്. അയാളെ സംശയിക്കരുത്. ബഷീർ ശരിയാണോ തെറ്റാണോ എന്തിനാണ്? ബഷീർ കക്കുക, കുഞ്ഞുമോള് കള്ളിയാണോ, നോക്കണേ, കുഞ്ഞുമോള് വന്നിട്ടുണ്ട് കേട്ടാ, സൂക്ഷിക്കണേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഷീർ നോക്കിയെടുത്ത് നമ്മൾ മറ്റൊരാളെ സംശയിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളായിട്ട് നിൽക്കുന്നില്ല. മനസ്സിലായ? ബഷീറും കുഞ്ഞുമോളും വന്നിട്ടുണ്ട്, വല്ലതും മോട്ടിക്കുക എന്നാണ് ചിന്തിക്കണമെങ്കിൽ ഇവിടെ എന്തോ അനധികൃതമായിട്ട് നമ്മളെന്തോ സൂക്ഷിച്ചിട്ടുണ്ട്. വേണ്ടാത്ത എന്തോടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അതല്ലേ നിങ്ങൾ മോട്ടിക്കത്തുള്ളൂ. വേണ്ടതാണെങ്കിൽ നിങ്ങൾ മോട്ടിക്കത്തില്ല. നമ്മുടെ കയ്യിൽ വേണ്ടാത്ത എന്താണ്ടിരിപ്പുണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾ മോട്ടിക്കുന്നത്. മനസ്സിലായി? വേണ്ടാത്ത കൊണ്ടുവന്ന് വെച്ചിട്ട് മോട്ടിക്കുള്ളൂ. നമ്മുടെ കയ്യിലുള്ളത് അവർക്കില്ലാത്തതാ. മനസ്സിലായി? അവർക്ക് കൈ കൊടുക്കാൻ പറ്റുന്നത് നമ്മളുടെ സ്പെഷ്യൽ കഴിവുകൊണ്ട് ഉണ്ടാക്കിയതാ. അത് ആരെങ്കിലും മോട്ടിച്ചുള്ളൂ. ഒരു സംശയം വേണ്ട. നമ്മൾ പലപ്പോഴും ഒളിച്ചു കൊണ്ടുനടക്കാൻ നടക്കണം. മുഴുവനും സ്വകാര്യ അപ്പം നമ്മളെ ശ്രദ്ധിക്കുന്നില്ല. നമ്മളെ ശ്രദ്ധിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ ഏറ്റവും ഉയർന്ന ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ അവനാണ് ശ്രദ്ധിക്കുന്നതാണ്. അതിൻ്റെ താഴെ വരുന്നതാണ് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും. അപ്പം ശ്രദ്ധിക്കുന്നതിന് എല്ലാവരുമായിട്ട് സഹകരിക്കാം. റോഡിൽ ഇറങ്ങുമ്പോൾ അപരിചിതനെ എവിടെയാണ് കാണുന്നത്? നമ്മൾ ആരെ കണ്ടാലും മനുഷ്യനല്ലേ കാണുന്നത്. അതിൽ എനിക്ക് പരിചയമില്ലാത്ത ഒരാളാരെ പരിചയപ്പെടേണ്ട കാര്യം എന്താണ്? എന്തിനാണ് ഒരാളെ പരിചയപ്പെടുന്നത്? എങ്ങനെയാണ് പരിചയപ്പെടുന്നത്? എങ്ങനെയാണ് നമുക്ക് പരിചയപ്പെടാൻ പറ്റുന്നത്? എങ്ങനെയാണ്? ഇതാണ് മറ്റേ ഇൻസ്റ്റാ 360 തന്നെയാണ്. അപ്പം അടുക്ക് വെച്ചാൽ മതി, കുഞ്ഞുങ്ങളെ ഉറപ്പായിട്ട് കിട്ടും. ഈ ഫോൺ അല്ല 360 കാണുന്നില്ലല്ലോ എന്നാണ് നോക്കുക. നമ്മൾ തിരിച്ചു നോക്കി 360 ആണോ? നമ്മളെ കെയർ ചെയ്യുന്നുണ്ടെങ്കിൽ, ഞാൻ എന്നെ കെയർ ചെയ്യാൻ തുടങ്ങുന്നുണ്ടെങ്കിൽ അടുത്ത ആളെയും കെയറിങ് ആയി. അടുത്ത ആളെ ഡിസ്റ്റർബ് ചെയ്യുന്ന ഭാഗമില്ല. ഞാൻ എന്നെ കെയർ ചെയ്യും. എന്നെ കെയർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് പ്രശ്നം ഉണ്ടാകണം? എങ്ങനെ ഞാൻ എന്നെ കെയർ ചെയ്യും. എന്നെ കെയർ ചെയ്യുമ്പോൾ എല്ലാവരെയും കെയറിങ് ആയി. ഈ ചിന്ത പോലും വരുന്നത് എന്തുകൊണ്ടാണ്? എന്നെ കെയർ ചെയ്യാതെ അടുത്ത ആളെ കെയർ ചെയ്യുന്നത് തോന്നല്. അതെ, അവിടെ റിഫ്ലക്ഷൻ വന്നു. അത് ഇല്ലാണ്ടിരുന്നു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. അപ്പോൾ മുസ്ലിംസ് നിസ്കരിക്കുന്നത് എന്താണ്? അവനവൻ്റെ കൂടെ ഇരിക്കുന്നു അല്ലേ?
അവനവൻ്റെ കൂടെ ഇരിക്കുക എന്ന് പറഞ്ഞത് ഏറ്റവും മനോഹരമായിട്ടുള്ള കാര്യമാണ്. അത് 5 നേരം കൊണ്ട് നിർത്തുന്നതിന് ക്രിസ്ത്യാനികൾ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്നു, പ്രാർത്ഥനയില്ലെന്ന്. എടാ, പ്രാർത്ഥനയില്ലാണ്ട് ഒരു സമയം വെച്ചിരിക്കുക. അവനവൻ്റെ കൂടെ പ്രാർത്ഥനയില്ലെന്ന് വെച്ചാൽ അവനവൻ്റെ കൂടെ ഇരിക്കുകയാണ്. മനസ്സിലായ? ഈശ്വരനുമായിട്ടുള്ള ഒരു സമ്പർക്കമാണ്. എന്നുവെച്ചാൽ അവനവനായിട്ടുള്ള സമ്പർക്കം, പൂർണ്ണമായിട്ടുള്ള സമ്പർക്കത്തിലാണ്. അപ്പോൾ പ്രാർത്ഥനയിലല്ലേ എപ്പോഴും ഇരിക്കേണ്ടത്? എന്തുകൊണ്ട് എപ്പോഴും എൻ്റെ കൂടെ ഇരിക്കാൻ പറ്റുന്നില്ല? എന്തുകൊണ്ട് എനിക്ക് എൻ്റെ കൂടെ ഇരിക്കാൻ പറ്റുന്നില്ല? എന്താ തടസ്സം നിൽക്കുന്ന കാര്യം? എന്താ എന്താ തടസ്സം നിൽക്കുന്നത്? എന്താ സ്നേഹം എവിടെ പോയി? രസം എന്താ വെച്ചാലേ അടുത്ത ആള് വന്നപ്പോ സമാധാനം പോയി എന്നാ പറയണേ. അടുത്ത ആള് വന്നപ്പോ സമാധാനം പോയി. അതെ, എങ്ങനെ പോയി? അടുത്ത ആളെ എന്നില് വക കൊള്ളിക്കാൻ ഞാൻ പാടുപിടിക്കുകയാണ്. അടുത്ത ആളെ ഞാനാണ് തീരുമാനിക്കുന്നത്. അടുത്ത ആളെ ഞാൻ എന്നിൽ ഉൾക്കൊള്ളാൻ ഞാൻ തീരുമാനിക്കണം. കാരണം എൻ്റെ ഉള്ളിൽ അടുത്ത ആളെ ഉൾക്കൊള്ളാനുള്ള സ്ഥലമില്ലേ? സ്ഥലമുണ്ടാ? വേണം. അടുത്ത ആളായിട്ട് നിൽക്കുകയല്ലേ അവിടെ. ഞാനിതിനാ അടുത്ത ആളെ ഉൾക്കൊള്ളുന്നതിനാ? ഞാനിങ്ങനെ ഇരുന്നാ പോലെ ഓൾറെഡി കൺക്ലൂഡ് ചെയ്ത അടുത്ത ആളെ. അതുകൊണ്ടാണല്ലോ അയാൾ വന്നപ്പോ പിന്നെ സമാധാനം പിടിക്കാൻ പറ്റാതെ അയാളെ തന്നെ പിടിക്കാൻ നോക്കണേ. അതെ, അതായത് ഞാനെന്ന് പറഞ്ഞ ഒരു സങ്കല്പമാണ്. ഞാനെന്ന് പറഞ്ഞാൽ സങ്കല്പത്തിൽ അടുത്ത ആൾ വന്നപ്പോഴത്തേക്ക് എൻ്റെ സങ്കല്പം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് കാര്യം. ഇത്രയേ ഉള്ളൂ. സങ്കല്പമല്ല, ഞാൻ റിയാലിറ്റി ആണെങ്കിൽ അത് അങ്ങനെയാണ്, ഇതിങ്ങനെയാണ്. ഇത് ഇത്രയേ ഉള്ളൂ. ഈ സമൂഹം ചെയ്ത ഏറ്റവും വലിയ പരിപാടി അതാ. ഞാനെന്ന് പറയുന്ന സങ്കല്പം എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കും. അതെ, കുടുംബം, ഇതാണ് നിന്റെ കുടുംബം എന്ന് പറഞ്ഞിട്ട്, ഇതാണ് നിന്റെ ഭാര്യ, നിന്റെ പേര് ഷാഫി, നിന്റെ ഭാര്യ കുഞ്ഞിമോള് ഒക്കെ പറഞ്ഞിട്ട് കുട്ടികൾ ഇത് മുഴുവൻ പോലെ തീരുമാനിക്കും. നമ്മൾ പല വേഷം കിട്ടുകയാണ്. ഇപ്പം മോഹൻലാലിനെ കണ്ടിട്ട് അന്തം വിട്ടു പോകുന്ന ഒരുപാട് ആൾക്കാർ, മോഹൻലാൽ ഫാൻസ്. അതോടുകൂടി ഇത്രയും ആൾക്കാർ പാടുപിടുകയാണ്. അതായത് ഭാര്യ, ഞാൻ കല്യാണം കഴിച്ചു, എനിക്കൊരു ഭാര്യയെ കിട്ടിയെന്ന് ഞാൻ ഭർത്താവാണ് ഇനി തൊട്ട്. ഓക്കെ, ഈ ഉത്തരവാദിത്തം ഏറ്റെടുത്തു കഴിഞ്ഞാൽ പിന്നെ ജീവിതകാലം മുഴുവനും ഭർത്താവായിട്ട് നടക്കുകയാണ്. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സ്റ്റേജിലോട്ട് വരുന്നത്? കാരണം നമ്മുടെ ശാരീരികമായിട്ടുള്ള ഒരു അവസ്ഥയുടെ പശ്ചാത്തലം പൂർണ്ണതയിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അത് കാമമുണ്ട് അവിടെ. ആ കാമത്തെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് കല്യാണം കഴിക്കുന്നത്. അല്ലെങ്കിൽ പുറത്ത് നടക്കുമ്പോഴത്തേക്കും ഏതെങ്കിലും പെണ്ണിനെ കാണുമ്പോഴത്തേക്കും അവളെ ഭോഗിക്കണമെന്ന് തോന്നും. അപ്പോൾ അങ്ങനെ ഒരു ഭാഗത്ത് നിന്ന് സുതാര്യമായിട്ട് മാറാൻ വേണ്ടി കല്യാണം കഴിച്ചു. അത്രയേ ഉള്ളൂ. അപ്പോൾ കല്യാണം കഴിച്ച് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ആ വ്യക്തിക്കൊക്കെ ലൈംഗികതയുണ്ട്, കാമത്തിൽ ഏർപ്പെടേണ്ട ഭാഗം വരുന്നു. കാമത്തിൽ ഏർപ്പെട്ട് അതിനുശേഷം ആ കാമം കഴിഞ്ഞിട്ടുള്ള ഭാഗത്ത് പ്രവർത്തിക്കുന്ന കുറച്ചും കൂടി സജീവമാക്കുകയും അങ്ങനെ ഒന്ന് കാമം ചുരുങ്ങുകയാണ്. കാമം ചുരുങ്ങി കാമം ഇല്ലാണ്ടാണ്. അപ്പോൾ ഭാര്യ ഭർത്താവ് എന്ന് പറഞ്ഞാൽ ജോലി കഴിഞ്ഞു. പിന്നെ ഭാര്യ ഭർത്താവിലെ 2 വ്യക്തികളാണ്, ഇൻഡിപെൻഡൻ്റായിട്ട് വ്യക്തികളാണ്. അങ്ങനെയാണ് ജീവിക്കേണ്ടത്. ഇത് മരണം വരെ ഭാര്യ ഭർത്താവ്, അപ്പൻ അമ്മ, ഇവരെല്ലാവരെയും കൂട്ടത്തിൽ കൊണ്ടുനടക്കുകയാണ്. ഇപ്പോൾ ഒരാൾ ഡോക്ടറായി, ഒരാൾ ഡോക്ടറാകുകയാണ്. പിന്നെ ഇയാൾ നടക്കണമെങ്കിൽ ഞാൻ ഡോക്ടറാണെന്നും പറഞ്ഞുകൊണ്ടാണ്. ഞാൻ വേലക്കാരനാണ്, ജോലിക്കാരനാണ്. ഞാൻ ജോലിക്കാരൻ എങ്ങനെയാണ്? ഞാൻ ജോലി ചെയ്യുന്നു. അപ്പം ജോലി ചെയ്തു. അവൻ കപ്പലിൻ്റെ കച്ചവടക്കാരനാണ്, ചെരുപ്പ് കുത്തിയാണ്. അങ്ങനെ ഒരാളില്ല. മനസ്സിലായ? ഏത് തൊഴിൽ ചെയ്യുന്ന ആ തൊഴിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം അവിടെ ഉള്ളതുകൊണ്ട് ആ തൊഴിൽ ചെയ്യുന്നു, കഴിഞ്ഞു. തൊഴിലാളിയല്ല, ഒരു തൊഴിലാളി ഇവിടെ ഇല്ല. ഇതാളെ തൊഴിലാളിയാക്കിയ, തൊഴിലിൽ ലാളിക്കുന്നവനാക്കുകയാണ്. എന്നാൽ തൊഴിലിൽ ലാളനുണ്ടാ? അതൊട്ടില്ല. കാരണം മുതലിനെ ലാളിക്കുന്നവനാകുകയാണ്. എന്നിട്ട് അതിന് ലാളിക്കുന്നുണ്ട്, അതുമില്ല. ഇത് വളരെ സിമ്പിൾ കാര്യമാണ്. ഇതാർക്കും പറഞ്ഞാൽ മനസ്സിലാകുന്ന കാര്യമേ ഉള്ളൂ. ഒരിക്കലും പൊസസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ വാല്യൂ പോവുകയാണ്. പൊസസ് സാത്താൻ. അതാണ് സാത്താൻ. ഈ പിശാചെന്ന് പറയുന്ന സംഭവം, അതായത് നമ്മൾ വിരൂപമായി നമ്മുടെ സ്വരൂപത്തിൽ നിന്ന് മാറിയാൽ പിന്നെ കാണുന്നതെല്ലാം അപകടമാണ്.
പിന്നെ എന്ത് കണ്ടാലും അപകടം. പിന്നെ അപകടമേ ഉള്ളൂ. സാത്താൻ വന്ന് കയറി കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞില്ലേ, സ്ഥിരമായിട്ട് എനിക്ക് ഹാർമണി നിൽക്കാൻ പറ്റും. കാരണം സാത്താൻ കയറി. ആഗ്രഹങ്ങളുണ്ട്. ഒരാഗ്രഹവും ഇല്ലെങ്കിൽ ഒരാൾ നമ്മളെ വഴക്കിടുന്നു നമുക്ക് ബുദ്ധിമുട്ട് തോന്നാൻ കാരണം എന്താണ്? എനിക്ക് ആഗ്രഹമുണ്ട്, അയാളെ കൊണ്ട് എനിക്ക് വേറെ ഉപയോഗമുണ്ട്. അയാളെ കൊണ്ട് എനിക്കൊരു ഉപയോഗവും ഇല്ലെന്നേ. അയാളെ കൊണ്ട് ഉപയോഗം ഉള്ളത് കൊണ്ടല്ലേ അയാൾ അസ്വസ്ഥമായപ്പോഴത്തേക്ക് ഞാൻ വിഷമിക്കുന്നത്. അയാളെ കൊണ്ട് എനിക്ക് നമ്മളായിട്ടിരുന്നാൽ പോരെ. അയാളെ കൊണ്ട് എനിക്കെന്ത് ഉപയോഗം? ബഷീറിനെ പിണക്കരുതേ, ബഷീറിനെ പിണക്കരുത്. കാരണം ബഷീറാണ് എന്നെ എല്ലായിടത്തും കൊണ്ടുപോകുന്നത്. ബഷീർ പിണങ്ങി കഴിഞ്ഞാൽ എന്നെ കൊണ്ടുപോവുകയില്ല, മനസ്സിലായി? അപ്പം ബഷീറിനെ സോപ്പിടും. സോപ്പിട്ട് കഴിയുമ്പോഴത്തേക്കും ബഷീർ ഡിമാൻഡ് വെക്കും. അങ്ങോട്ട് മാറിയില്ലേ, ഉടനെ അങ്ങോട്ട് മാറിയിരിക്കും, മനസ്സിലായി? ഞാൻ വരുമ്പോഴത്തേക്ക് എഴുന്നേറ്റ് എന്നോളാം. ഡിമാൻഡുകളാണ്. അതിനകത്ത് വെള്ളം ഉണ്ടാകുന്ന നോക്കണേ. $200 സാധനമാണ്. 1 മാസം കഴിക്കാനുള്ള അരിയാണ്. അതിനകത്തുകൊണ്ട് വെള്ളം ഇട്ട് നമ്മൾക്കെപ്പോഴും എന്താ ഉള്ളത്? നമുക്കെപ്പോഴും നഷ്ടപ്പെട്ടു പോകും. എന്താ നഷ്ടപ്പെട്ടു പോകുന്ന ഭാഗം? എന്താണ് നഷ്ടപ്പെട്ടു പോകാൻ എന്താ ഉള്ളത്? ഒന്നുമില്ല, ഒന്നും നഷ്ടപ്പെട്ടു പോകാനില്ല. ഇത് ലൈവാണ്. ഇത് ലൈവായിട്ടിരിക്കുന്നത് ആർക്കെങ്കിലും ഉണ്ടാക്കി കൊണ്ടുവരാൻ പറ്റുന്നതാണ്? ആർക്കും ഉണ്ടാക്കി കൊണ്ടുവരാൻ പറ്റത്തില്ല. ഇനി ഇത് പണയം വെച്ചിട്ടാണ് മറ്റൊരു ആഗ്രഹം സാധിക്കാൻ നോക്കുന്നത്. അതുകൊണ്ട് ജീവിതം കഷ്ടകാലമായി. നമ്മളെപ്പോഴും ശ്രദ്ധിക്കുന്നത് എന്താണ്? നമ്മൾ ശ്രദ്ധിക്കും മറ്റാൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ദുരന്തമാണ് മറ്റാൾ. കുഞ്ഞുമോക്ക് എന്നെ വലിയ ഇഷ്ടമാണ് കേട്ടോ. കുഞ്ഞുമോക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ഭയങ്കര ഹാപ്പിയായി. തീർന്നു. കുഞ്ഞുമോളുടെ ജീവിതവും കഷ്ടകാലത്തിലായി. കുഞ്ഞുമോളതങ്ങനെ ഏറ്റെടുത്താലും ഞാൻ പറഞ്ഞ കുഞ്ഞുമോക്ക് എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് മനസ്സിലല്ലേ എനിക്ക് അയാളെ ഇഷ്ടമാണ്. തീർന്നു. ഇതാണ് ദുരന്തമായിട്ട് മാറുന്നത്. നമ്മളെല്ലാവരുമായിട്ട് സ്വതന്ത്രമായിട്ട് ജീവിക്കുന്നത്. ഇഷ്ടപ്പെടുക എന്ന് പറയുന്നത് നമുക്ക് വലിയ കാര്യമുള്ള കാര്യമൊന്നുമല്ല. ഇഷ്ടത്തിൻ്റെ പേരിലാണ് പ്രശ്നങ്ങൾ മുഴുവൻ. ആവശ്യങ്ങൾ നടപ്പിലാക്കുക. വളരെ സിമ്പിളാണ്. നമ്മൾ പലപ്പോഴും ഈ പോലീസ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാലും അവർ അധികാരം ഉള്ള ആൾക്കാരെ പോലെയാണ് അവർ പെരുമാറുന്നത്. ഒരു പോലീസുകാരൻ്റെ ഒരു അധികാരമില്ല. അധികാരം നമ്മൾ നിയമത്തിലാണ് അധികാരമുള്ളത്. നിയമം ആണ് പറഞ്ഞു കൊടുക്കേണ്ടത്. ഒരു പോലീസുകാരൻ ചെയ്യേണ്ടതെന്ന് നിയമം പറഞ്ഞു കൊടുക്കുക. ഇന്ന കാരണം കൊണ്ട് നീ ഇന്നതുപോലെ ചെയ്യുന്നത് തെറ്റാണ്, ഇന്ന നിയമപ്രകാരം ഇന്ന കാര്യം ചെയ്യുന്നത് തെറ്റാണെന്ന് പഠിപ്പിച്ചു കൊടുത്താൽ മാത്രം മതി. അത് പറയില്ല. ഇയാളുടെ കയ്യിലാണ് നിന്നെ നിയന്ത്രിക്കാനുള്ള അധികാരം. ഇപ്പം നിയമത്തിൻ്റെ കയ്യിലാണ് അധികാരം ഇരിക്കുന്നത്. എന്നുവെച്ചാൽ ഇപ്പം മതത്തിൻ്റെ ഭാഗത്ത് പറയുമ്പോൾ ഖുറാനിൽ ഇന്നതുപോലെ പറഞ്ഞിട്ടുണ്ടല്ല, അല്ലേ, ആ നിയമം ഇതല്ലേ എന്ന് ചൂണ്ടിക്കാണിച്ചാൽ മതി. അവിടെ ആർക്കും
ഖുറാൻ കയ്യിലെടുക്കേണ്ട കാര്യമില്ല. ഖുറാനായിട്ടിരിക്കട്ടെ. അത് അവരുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആ അതിനെ വളച്ചൊടിക്കുക. അതെ, പോലീസ് സ്റ്റേഷൻ നിയമമായാലും ഖുറാനായാലും ഒക്കെ വളച്ചൊടിക്കുക ചെയ്യും. അതെ പോലീസ് സ്റ്റേഷൻ വെറും ഒരു പോളിസി സ്റ്റേഷനായിട്ട് മാറിയിരുന്നു. അയാൾക്ക് അപ്പം തോന്നുന്നൊരു പോളിസിയാണ്. ഇപ്പോൾ പോലീസ് സ്റ്റേഷൻ മിക്ക വ്യക്തികളും ഈ എല്ലാവരും പോലീസുകാരെന്നാണ് പറയണത്. പക്ഷെ പോലീസുകാരവിടെ ഇല്ല. കാരണം ആ ഒരു ദുർബലനായ ഒരു മനുഷ്യനാണ് അവിടെ ഉള്ളത്. അയാളുടെ ദുർബലതയാണ് പലപ്പോഴും പ്രകടമാകുന്നത്. മനസ്സിലായി? പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നിയമങ്ങളാണ്, പോളിസിയാണ്. അല്ല, നിയമത്തിൻ്റെ പോളിസിയാണ് അവിടെ ഷെയർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇയാളുടെ പോളിസിയല്ല. നിയമം ഇങ്ങനെയാണ് പറയുന്നത്. അതുകൊണ്ട് ഇതിങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ മതി. മനസ്സിലായി? ഇന്ന കാരണം കൊണ്ട് ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യം ഇന്നതൊക്കെയാണ് എന്ന് കൃത്യമായിട്ട് പറഞ്ഞാൽ മതി. ഇന്ന വകുപ്പുകൾ, അവർക്ക് വകുപ്പുകളെല്ലാം ഇവർ അറിഞ്ഞിരിക്കേണ്ടതാണ്. അല്ലാണ്ട് വെറുതെ വന്നിച്ചും തോന്നിയാസം കാണിക്കേണ്ടതാണ്. അല്ല, ക്രമസമാധാനം അല്ലേ? പോലീസുകാർക്ക് കുറേ നിയമങ്ങൾ അവരെ പഠിപ്പിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് വയലൻസ്, എവിടെയൊക്കെയാണ് അവരുടെ സാന്നിധ്യം എങ്ങനെയാണ് പ്രകടിപ്പിക്കേണ്ടത്. ഇതൊന്നൊരു പോലീസുകാരൻ്റെ ഡ്യൂട്ടി എന്താണ് എന്നുള്ള പൊതുജനങ്ങളും അറിയുന്നില്ല. കാരണം പൊതുജനങ്ങളുടെ തീരുമാനപ്രകാരമല്ലേ പോലീസുകാരെ വെച്ചിരിക്കുന്നത്. സത്യത്തിൽ പോലീസുകാരുള്ളത് നമുക്കൊരു അനുഗ്രഹമാണ്. കാരണം പോലീസുകാർ വന്നിട്ട് ഓക്കെ എടാ നീ ഇന്നതുകൊണ്ട് ഇന്നതുപോലെ ചെയ്ത നിയമവിരുദ്ധമാണെന്ന് കാണിച്ചിരുമ്പോൾ ഓക്കെ പഠിച്ച ആൾക്കാർ മനസ്സിലായ ഇത് പറഞ്ഞു കൊടുത്താൽ മതി. ഓരോ ദിവസം ചെല്ലുന്നപ്പോൾ ഈ കാര്യങ്ങൾ കൂടുതൽ ജനങ്ങൾ മനസ്സിലാവും. ഇത് അങ്ങനെ ചെയ്യേണ്ടവർ നേരെ തലതിരിച്ചായിരുന്നു. ഞാൻ തീരുമാനിക്കും, അഹങ്കാരത്തിലാണ്. അപ്പോൾ ഞാൻ പറയണ പോലെ കേട്ടാൽ മതി. എന്താ കേൾക്കേണ്ടത്, എന്തിനു കേൾക്കണം? ഒരു പിടുത്തവും ഇല്ല. നമുക്കിവിടെ പോലീസ് സ്റ്റേഷനുണ്ട്, ഡിപ്പാർട്ട്മെൻറ്റുണ്ട്, സർവ്വ സംവിധാനങ്ങളും ഉണ്ട്. എല്ലാവർക്കും എല്ലാ വിധത്തിലും അറിയാനുള്ള എല്ലാ അവസരങ്ങളും ഉണ്ട്. അത് പ്രോപ്പറായിട്ട് ഷെയർ ചെയ്താൽ മതി. ഒരു കാര്യം ഞാൻ എന്തുകൊണ്ട് ഒരു കാര്യം പറയുന്നു, ഇന്ന കാര്യങ്ങൾ ഇന്നതുകൊണ്ടാണ് പറയുന്നത്, കാര്യം വളരെ വ്യക്തമാണ്. അലസതയൊന്നുമില്ല, കാര്യം സിമ്പിളാണ്. ഇതിപ്പോൾ രാഷ്ട്രീയ നേതാക്കന്മാർ, എന്തിനാ രാഷ്ട്രീയ നേതാക്കന്മാർ? ഇതിവരുടെ ആവശ്യം എന്താണ്? ഇവരുടെ ആവശ്യം എന്താണ്? രാഷ്ട്രീയ നേതാക്കന്മാരുടെ ആവശ്യം എന്താണ്? ഓക്കെ, ആ പഞ്ചായത്തിലുള്ള ആ വാർഡിലുള്ള കാര്യങ്ങൾ സർക്കാർ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന എല്ലാ ആനുകൂല്യങ്ങളും എല്ലായിടത്തും കൃത്യമായിട്ട് എത്തിച്ചു കൊടുക്കണം, ആവശ്യമുള്ളിടത്ത്. അപ്പോൾ ആ ഏരിയയിലുള്ള ആൾക്കാർ എങ്ങനെയാണ് താമസിക്കുന്നത്, അവിടെ എന്തൊക്കെയാണ് ആവശ്യം, ആ ആവശ്യങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന ആവശ്യങ്ങളാണ്. ഒരു വ്യക്തിയുടെ സാമ്പത്തിക സ്ഥിതിയും അയാളുടെ ആവശ്യങ്ങളും ഇതെല്ലാം അതിനനുസരിച്ച് ഒരു രാജ്യത്തിൻ്റെ വളർച്ച എന്ന് പറഞ്ഞതാണ്. അത് ദാരിദ്ര്യത്തിൽ കിടക്കുന്നവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുക, മനസ്സിലായി? ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുക. അതവിടെ അവർക്ക് തൊഴിലില്ല, അപ്പോൾ തൊഴിൽ എത്തിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ടോ? ഇതൊക്കെയാണ് ഗവൺമെൻറ് ചെയ്യുന്നത്. എല്ലാ മനുഷ്യരും, ആ രാജ്യത്തുള്ള എല്ലാ മനുഷ്യരും സ്വസ്ഥമായിട്ട് ജീവിക്കണം. അതിന് ഡിസ്ട്രിബ്യൂഷൻ നടക്കണം, അല്ലേ? ആ ഡിസ്ട്രിബ്യൂഷൻ പെർഫെക്റ്റായിട്ട് നടക്കണം. വളരെ സിമ്പിളാണ്, ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഇത് പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ധനം എങ്ങനെ എനിക്ക് അടിച്ചു മാറ്റിയിട്ട് ഞാൻ എന്ത് ചെയ്യാനാണ്? പൈസ കൂടുതൽ കിട്ടിയിട്ട് എന്ത് ചെയ്യാനാണ്? ഒരു കാര്യമില്ല. പൈസ കൂടുതൽ കിട്ടിയിട്ട് പൈസ കൂടുതൽ സമ്പാദിക്കുന്നത് ആഗ്രഹങ്ങളെ തീർക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ആഗ്രഹങ്ങളോട്ട് തീരത്തുമില്ല. അത് ഓരോന്ന് കഴിയുന്നതിനനുസരിച്ച് അതിൻ്റെ ഇരട്ടി ഉണ്ടായി. കിഴങ്ങൊന്നും അതിനകത്ത് വെച്ച് വെള്ളം വെച്ചൊന്നും പുഴുങ്ങിയാൽ വിട്ടേ. ആഗ്രഹങ്ങളെ അത് എത്രയാണ്? 1 കിലോ ആണോ? 1 കിലോ വേണ്ട, ഒരു 1/2 കിലോ മതി. അടുത്ത ആഗ്രഹങ്ങൾ ജനിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ ഈ പൈസ തികയില്ല, ഇനി അടുത്ത പൈസ സമ്പാദിക്കും. ആഗ്രഹങ്ങൾ കൂടണം. എന്തുകൊണ്ടാണ് ആഗ്രഹങ്ങൾ കൂടണം? അവനവനിൽ നിൽക്കാൻ പറ്റാത്തതുകൊണ്ടാണ്.
അത് മനസ്സിലാക്കുന്നില്ലല്ലോ. അതെ അതെ. അവര് പൈസ ഇല്ലാത്തതുകൊണ്ടാണ് ആഗ്രഹങ്ങള് നടപ്പിലാകാത്തതെന്നുള്ളത് വിചാരിക്കും. അതിനെ തന്നെ കാപ്പിയിട്ട പാത്രത്തിൽ തന്നെ അടുത്താളുടെ ശബ്ദം നമ്മുടെ ശബ്ദമാകണം. അടുത്താൾ സംസാരിക്കുമ്പോൾ നമുക്ക് ഈർച്ച, അസ്വസ്ഥത എന്തെങ്കിലും ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മൾ ശരിയായിട്ടുള്ള ഭാഗത്തല്ലേ ഇരിക്കുന്നത്. മനസ്സിലായേ? അടുത്താൾ സംസാരിക്കുമ്പോൾ ഞാനെന്തിനാ അസ്വസ്ഥനാണ്? എൻ്റെ തീരുമാനങ്ങൾക്കാണ് അസ്വസ്ഥത വരുന്നത്. മനസ്സിലായേ? അല്ലെങ്കിൽ അടുത്താൾ സംസാരിക്കുന്നു, ഇത് മാത്രം ഒബ്സർവ്, അയാൾ സംസാരിക്കുന്നു, ഓക്കെ ഞാൻ അസ്വസ്ഥനാകുന്നു, ഞാൻ അസ്വസ്ഥനാകുന്നു. അതെന്താ കാരണം? എന്താ ഞാൻ അസ്വസ്ഥനാകുന്നു പറയുമ്പോഴത്തേക്കും ഞാൻ എന്ന് പറഞ്ഞ് ഒരു സങ്കല്പമാണ് നിലനിർത്തിയിരിക്കുന്നത്. ആ സങ്കല്പം കൊളാപ്സ് ആകുന്നു. മനസ്സിലായേ? നിലനിർത്താൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞില്ലേ കുഞ്ഞോള്? അതൊരു സങ്കല്പത്തിലാണ് ഹാർമണി നിൽക്കണമെന്ന് പറഞ്ഞാൽ എങ്ങനെയൊക്കെ അങ്ങനെ നിൽക്കുന്നു. മനസ്സിലായേ? അങ്ങനെ എങ്ങനെയൊക്കെ നിൽക്കുന്നു. ഇപ്പം കാലത്തിൻ്റെ ഭാഗത്താണ് ചെടികളൊക്കെ വളർന്നു വരുന്നത്. കാലത്തിൽ മാറ്റം വന്നാൽ ചെടി ഉണങ്ങിപ്പോവും. മൃഗങ്ങളും അങ്ങനെയാണ്. കാലത്തിൻ്റെ ഭാഗത്താണ് മൃഗങ്ങളൊക്കെ താമസിക്കുന്നത്. മനുഷ്യനെന്താണ്? കാലത്തിന് അതീതമായിട്ടുള്ള വ്യവസ്ഥ അനുഭവിക്കാനുള്ള കഴിവുണ്ട്. അതാണ് മനുഷ്യൻ്റെ പ്രത്യേകത. അതുകൊണ്ടാണ് മനുഷ്യർ എല്ലാ കാലഘട്ടത്തിലും എല്ലാ ഭാഗത്തും മനുഷ്യൻ്റെ സാന്നിധ്യമുള്ളത്. എല്ലായിടത്തും ഉണ്ട്. കാര്യങ്ങൾ നടത്തുന്നത് പ്രതികൂല എന്ന് പറയുന്നത് സങ്കല്പത്തിനാണ് പ്രതികൂലമായിട്ട് വരുന്നത്. പക്ഷെ നമ്മൾ സങ്കല്പത്തിനെ ആശ്രയിച്ച് നിൽക്കുന്നതുകൊണ്ട് നമുക്കത് പ്രതികൂലമായിട്ട്. അതെ, ശരീരത്തിൻ്റെ അവസ്ഥ കൃത്യമായിട്ട് സെൻസ് ചെയ്യാൻ പറ്റുന്നില്ല. ശാന്തമായിട്ട് വളരെ ഒരു തിരക്കും കൂട്ടുന്നില്ല. ഒരു കാര്യം ചെയ്യാൻ മുമ്പ് തിരക്ക് കൂട്ടുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത്. റിലാക്സ് ചെയ്യുക. എന്നുവെച്ചാൽ ഒരാൾ അടുത്ത് നിൽക്കുന്ന ഒരാൾ അസ്വസ്ഥനാണെങ്കിൽ നമ്മൾക്കത് കാണാം. അപ്പോൾ നമ്മളെന്ത് ചെയ്യണം? നമ്മളവിടെ ഒന്ന് മൗനത്തിലിരിക്കുക. നമ്മൾ മൗനത്തിലിരിക്കുക. നമ്മൾ വലിയ കാര്യങ്ങളൊന്നും പറയണ്ട. നമ്മൾ മൗനത്തിലിരിക്കുക. മനസ്സിലായി? കാരണം ഓൾറെഡി ഒരാൾ ഡിസ്റ്റർബ്ഡാണ്. നമ്മൾ അയാളെ കെയർ ചെയ്യുന്നുണ്ടെങ്കിൽ കെയർ ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മൾ മൗനത്തിലിരിക്കുകയാണ്. കാരണം അയാളിലോട്ട് ഒന്നും ഇട്ട് കൊടുക്കരുത്. ഒന്നും ഇട്ട് കൊടുക്കാണ്ടിരിക്കുമ്പോൾ അയാൾക്ക് തന്നെത്താൻ അയാൾ റിയലൈസ് ചെയ്യാൻ പറ്റും. നമ്മൾ സ്റ്റേബിളായിട്ടിരിക്കുക. ഒന്നും സംസാരിക്കുന്നില്ല, പക്ഷെ നമ്മളുടെ ഉള്ളിൽ അയാളോടുള്ള അല്ല, അത് മൗനമല്ല. അത് മൗനമല്ല. അതെ അതെ, അത് മൗനമല്ല. മൗനം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ വെറുതെ ഹാർമണിയിലിരിക്കുക. അയാളോട് എനിക്കൊന്നും പറയാനില്ല. പരിപൂർണമായിട്ട് നിശബ്ദത. നിശബ്ദത എന്ന് പറഞ്ഞാൽ സംസാരിക്കാണ്ടിരിക്കണതല്ല. സംസാരിക്കുമ്പോഴും അവിടെ യാതൊന്നിലും മാറ്റം വരുത്താൻ ആഗ്രഹിക്കുന്നില്ല. അതാണ് ശരിക്കുള്ള മൗനം. സംസാരിക്കുന്നുണ്ട്, പക്ഷെ സംസാരിക്കുമ്പോഴും മൗനത്തിലാണ്. മനസ്സിലായ? ഒരു കാരണവശാലും മറ്റൊരാളിൽ ഇടപെടുന്നില്ല. അവനവനായിട്ടിരിക്കുമ്പോൾ നമ്മളൊരിക്കലും മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടത്തില്ല. എക്സാക്ട്ലി. അപ്പോഴാണ് ആ ഒരു റെസ്പെക്റ്റ് ഒക്കെ വരുന്നത്. എക്സാക്ട്ലി. നമ്മുടെ കൂടെയുള്ളവരെ നമ്മളെ റെസ്പെക്ട് ചെയ്യുന്നത് വളരെ സിമ്പിളാണ്. ഓക്കെ, എടുത്തട്ടെ. ചപ്പാത്തി ചൂടാൻ കുഞ്ഞുമോള് ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. കുഞ്ഞുമോളെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ? ഇതാണ് നമ്മുടെ കുഞ്ഞുമോൾ.